ഈ EV എന്ന് പറയുന്ന ഇതിന്റെ സാധ്യത എന്താണ്? എന്താണ് മാർക്കറ്റ് നമുക്കിനി മുന്നോട്ട്? നമ്മളൊരു IC എഞ്ചിൻ വെഹിക്കിൾസ് ആണല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉള്ളതും ഇതുവരെ ഉണ്ടായിട്ടുള്ളതും. അത് മാറി നമ്മുടെ ലോകം മുഴുവൻ ഇലക്ട്രിക് കാറുകൾ വരും. അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തൊരു 5 വർഷത്തിൽ നമ്മൾ വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ബിസിനസ്സും, ചാർജിങ് സ്റ്റേഷൻ ആയിക്കോട്ടെ, നേരത്തെ പറഞ്ഞ പോലെ മെഷീൻ മാനുഫാക്ചറിങ് ആയിക്കോട്ടെ, എനർജി പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, എന്തും അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ വരെ ഇനി വളരെയധികം ബൂമാകാൻ പോകുന്നുണ്ട്. ഞങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ചാർജിങ് സ്റ്റേഷൻ ബിസിനസ്സിൽ ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഭയങ്കര മാറ്റം വന്നത് വെച്ചെങ്കിൽ, നമുക്കൊക്കെ അറിയാം പെട്രോൾ പമ്പായിരുന്നു ഈ ഒരു ബിസിനസ്സിൻ്റെ ആദ്യത്തെ ഒരു എക്സാമ്പിൾ. എല്ലാവരും നമ്മൾ പെട്രോൾ പമ്പിലേക്ക് പോകണം പെട്രോൾ അടിക്കാൻ. ഞങ്ങളത് മാറ്റി കസ്റ്റമർക്ക് വേണ്ടിടത്തേക്ക് ഈ പെട്രോൾ പമ്പിന് കൊടുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയൊരു മാറ്റം കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഷോറൂമുകളിലും അല്ലെങ്കിൽ KSEBയുടെ ചാർജിങ് സ്റ്റേഷനുകളിലൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് പകരം ഒരു കസ്റ്റമർ പോകുന്ന സ്ഥലം എവിടെയാണ്, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം, അവിടത്തേക്ക് ഈ ഒരു സംവിധാനത്തെ കൊണ്ടുവന്നപ്പോഴാണ് ഈ ഒരു സഡൻ ഗ്രോത്ത് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ. അടുത്തൊരു 5 കൊല്ലം കൊണ്ട് വിപ്ലവകരമായ മാറ്റമാണ് ഇതിൽ വരാൻ പോകുന്നത്. നമ്മുടെ രാജ്യം സുരക്ഷിതമാണ്. ഡീസൽ പെട്രോളൊക്കെ കുറഞ്ഞ് നമ്മൾ EVയിലേക്ക് മാറുകയാണ്. ലോകമെമ്പാടും മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊരു സേഫ് ഫ്യൂച്ചർ ഉണ്ട് നമുക്ക്. ഇതൊരു ഫ്യൂച്ചർ പ്രോഡക്റ്റ് തന്നെയാണത്. ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് റിവാർഡ് ഉറപ്പാണ്, റിട്ടേൺ ഉറപ്പാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു വിഷനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവോ ഹാർഡ് വർക്കാണ് ബിസിനസ്സിനെ വിജയിപ്പിക്കുന്നതല്ലേ. അത് തെറ്റാണ്. നമ്മൾ ചെയ്യുന്ന ഒരാശയം, നമ്മുടെ കൺട്രിയുടെ പോളിസി, നമ്മുടെ ജനങ്ങളുടെ ആവശ്യം, ഈവൻ നമ്മുടെ ഒരു പ്ലാനറ്റിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ആ ബിസിനസ്സിൽ നമ്മൾ സാധാരണ ഒരു 20 വർഷം കൊണ്ടുണ്ടാകുന്ന ഒരു ഗ്രോത്ത് നമുക്കൊരു 5 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നു. ഞങ്ങൾ തുടങ്ങിയ ഒരു സംഭവം ലക്കിലി അതിലായിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം.